ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബോഡി സ്കേർട്ട് യൂണിഫോം അല്ലെങ്കിൽ പിനഫർ യൂണിഫോം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് അളവിന് തന്നിട്ടുള്ള പഴയ ഒരു യൂണിഫോമാണ്. അപ്പോൾ ഇതിൻ്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. യൂണിഫോമിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 30 ഇഞ്ചാണ്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ 11 ഇഞ്ച് ഇറക്കമാണ് വന്നിട്ടുള്ളത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വണ്ണം 24 ഇഞ്ചാണ്. പിന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് 19 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മുകളിലൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 17 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ എടുക്കേണ്ടത്. സ്കേർട്ടിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബോഡി പാർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും യൂണിഫോം സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗം നല്ല വീതിക്ക് ഒരു 3 ഇഞ്ചോളമൊക്കെ വീതിക്ക് മടക്കി വെച്ചാണ് സാധാരണ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എത്ര ഇഞ്ച് ലെങ്ത് ആണോ വേണ്ടത് അതിൻ്റെ കൂടെ 3.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ തുണിയുടെ വീതി നമ്മൾ എടുക്കുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ നമുക്കുള്ളത് അതിൻ്റെ 3 ഇരട്ടിയാണ് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 20.5 ഇഞ്ച് നീളത്തിലും 72 ഇഞ്ച് വീതിയിലുമാണ് സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം ഫോൾഡ് ഇട്ടാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകൾ ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ബോഡി പാർട്ടിൽ എത്ര ഇഞ്ച് ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 11 ഇഞ്ച് ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ചാണ്. പിന്നെ ഷോൾഡറിൻ്റെ വീതിയായിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് പാർട്ടിൽ ഞാൻ നെക്കിൻ്റെ ലെങ്ത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വെച്ച് അതേ അളവിൽ തന്നെ ഓരോ പീസുകളും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 1/2 ഇഞ്ച് വീതം അകത്തേക്ക് മടക്കി വെച്ച് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഞാനിതിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല. യൂണിഫോം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനുള്ളിലേക്ക് വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിനഫർ യൂണിഫോം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പിനഫർ യൂണിഫോമിൻ്റെ മറ്റൊരു വീഡിയോയാണ്. ഇതിൽ ഞാൻ ബോഡി പാർട്ടിൻ്റെ പോർഷനൊക്കെ വേറൊരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.